ഹായ് ഓൾ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ സൂപ്പർ സ്റ്റേയുടെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. നല്ല ഫൗണ്ടേഷനാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ എൻവൈബയുടെ BB ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസിലൊക്കെ ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലതാണ് കേട്ടോ. റോസ് ഗോൾഡാണ് ഷെയ്ഡ് വരുന്നത്. പിന്നെ മാർസ് ഹ്യൂവിൻ്റെ ഒരു കാജലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഞാൻ റീസെൻ്റ്ലി വാങ്ങിയത് 2 ഷെയ്ഡുണ്ട് ഈ ബോക്സിൽ, ബ്രൗണും ബ്ലാക്കും. ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബ്രൗണാണ്. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള മായ്ച്ചാലൊന്നും പെട്ടെന്ന് അങ്ങനെ പോകുന്ന ടൈപ്പല്ല. അതിനുശേഷം ഞാൻ ലിപ് ബാമാണ് ഇട്ട് കൊടുക്കുന്നത്. വിൽവേയുടെയാണ് ലിപ് ബാം. പിന്നെ എൻവൈബയുടെ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക്കാണ്. സ്പൈസി റെസ്റ്റ് 06 ആണ് ഷെയ്ഡ്. അതും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് സിമ്പിൾ പോണിറ്റെയിലാണ് കിട്ടുന്നത്, ചൂടൊക്കെ ആയതുകൊണ്ടിട്ട്. എന്നിട്ട് എൻ്റെ കുറച്ചധികം ബേബി ഹെയർസ് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞാൻ സാൻഫയുടെ ഹെയർ ഫിനിഷിങ് സ്റ്റിക്കാണ് യൂസ് ചെയ്തത്. അതും അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതിനുശേഷം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഷെയിനാണ് ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എൻവൈബയുടെ സെറ്റിംഗ് സ്പ്രേയും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നിയോക്ക എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. സോ നിങ്ങൾക്കും കസ്റ്റമൈസ് ചെയ്യാം. ബൈ.